പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണനാഥനായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, നിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് ദീപികാരുണ്യ ആരാധന സമയത്ത് നിൻ്റെ സജീവമായ സാന്നിധ്യത്തെ ഞാൻ തിരിച്ചറിയുന്നു. നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് രക്ഷ പകരുന്നതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഈ നോമ്പ് കാലത്ത് നിൻ്റെ സജീവമായ സാന്നിധ്യം അത് കുരിശോട് ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതും അങ്ങനെ രക്ഷയിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതുമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയെ, എൻ്റെ ഇപ്പോഴത്തെ എല്ലാ സാഹചര്യങ്ങളെയും സാധ്യതകളെയും എല്ലാം ഈശോയെ നിൻ്റെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യങ്ങളിൽ നിൻ്റെ തിരുരത്വത്തിന് അഭിഷേകത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ, എൻ്റെ എല്ലാ സാധ്യതകളെയും തിരുരത്വത്തിന് അഭിഷേകത്തിൻ്റെ സംരക്ഷണം നൽകി വളർത്തിയെടുക്കണമേ. കുറവുകളെ നിറവുകളാക്കുന്ന തമ്പുരാനെ, നീ അനുദിന ജീവിതത്തിൽ നൽകുന്ന എല്ലാ നിറവുകൾക്കും നന്ദി പറയുന്നു. സഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ മധ്യേയുണ്ട്. അവിടുന്ന് രക്ഷ നൽകുന്ന ശക്തനാണ്. അവിടുന്ന് നിന്നെ പ്രതി സന്തോഷം ആസ്വദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിനക്ക് പുതുജീവൻ നൽകും. നോമ്പുകാലത്തിലെ ദൈവം നമുക്ക് നൽകുന്ന വലിയ ആശ്വാസത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാക്കുകളാണിവ. രക്ഷ നൽകുന്ന ശക്തനായ ദൈവത്തെ നാം കാണുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോ പരീക്ഷകളോ എത്ര വലുതായാലും അവയേക്കാൾ ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്, അവിടെ നമ്മെ തളരാൻ അനുവദിക്കുകയില്ല എന്നുള്ള വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയുന്നതാണ്. അതാണ് രക്ഷയെന്ന് പറയുന്നത്. നമുക്ക് രക്ഷ നൽകാൻ വന്നവൻ ശക്തനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മരണത്തെ പോലും വിജയിച്ചവനാണ്. തൻ്റെ പീഡാനുഭവങ്ങളിലും അവൻ നിശബ്ദനായി നിന്നു എന്നുള്ളത്. അങ്ങനെയാണ് അവൻ ശക്തനായ രക്ഷകനായി മാറിയത്. അവൻ്റെ ശരീരത്തിലെ ആണിപ്പഴുതുകൾ ഇറങ്ങിയപ്പോഴും, ചാട്ടവാറടി ഏൽക്കപ്പെടുമ്പോഴും, മുൾമുടി ധരിക്കപ്പെട്ടപ്പോഴും അവൻ രക്ഷകൻ്റെ സ്ഥാനത്തു നിന്നും മാറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക, തിരിഞ്ഞു നോക്കുക. നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മൾ കരുതുന്നവർ ഒരുപക്ഷെ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ താല്പര്യത്തിന്, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലുമൊക്കെ വേദനാജനകമായ കാര്യങ്ങളുണ്ടാകുമ്പോൾ പലപ്പോഴും നാം അവരിൽ നിന്നും ബോധപൂർവം മാറി നിൽക്കും. പക്ഷേ ഈശോ അങ്ങനെയല്ല.
അവൻ്റെ ജീവിതത്തിലെ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടായാലും വേദനകളുണ്ടായാലും കുരിശ് സഹിക്കേണ്ടി വന്നപ്പോഴും ചാട്ടവാറടിയേൽക്കേണ്ടി വന്നപ്പോഴും അവൻ നമുക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ രക്ഷകനായി മാറിയത്. അതുകൊണ്ടാണ് അവൻ ഏകരക്ഷകനായി മാറിയത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. രക്ഷകൻ്റെ വേഷമൊക്കെ നമ്മൾ ധരിക്കുമെങ്കിലും, പലർക്കും രക്ഷകനായി നമ്മൾ അവതരിക്കുമെങ്കിലും, നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവർക്ക് രക്ഷകനായി നിൽക്കാനായി സാധിക്കില്ല. കാരണം അവരുടെ വാക്കുകൾ, പ്രവൃത്തികൾ, അവരുടെ ചില സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മളെ ആ രക്ഷകൻ്റെ സ്ഥാനത്ത് നിന്നും മാറ്റുമെന്നുള്ളതാണ്. അതാണ് നാമും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് നാം ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോഴാണ്. നാം അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് അവിടുന്ന് കൂടുതൽ സന്തോഷിക്കുക. നാം അവിടുത്തെ സ്നേഹത്തിന് പാത്രമായവരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് നാം ദൈവത്തോട് കൂടെയായിരിക്കുമ്പോഴുള്ളതാണ്. ആ ഒരു വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം. കാരണം നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചവനാണ് ദൈവം. അങ്ങനെ നമുക്ക് വേണ്ടി തൻ്റെ ശരീരത്തിലെ മുറിവുകൾ ഏറ്റുകൊണ്ട് നമുക്കൊരു രക്ഷ പ്രദാനം ചെയ്തവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് നാം ദൈവത്തോടു കൂടിയായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുറവുകളോ, നമ്മുടെ പണമോ, നിറമോ, സമ്പത്തോ, നമ്മുടെ വാക്ചാതുര്യമോ, നമ്മുടെ സൗന്ദര്യമോ ഒന്നും നോക്കിയിട്ടല്ല. തമ്പുരാൻ നമ്മളെ നോക്കുന്നത് തമ്പുരാൻ്റെ കൂടെ ആയിരിക്കുന്നവരാണോ എന്നുള്ളതാണ്. മുമ്പ് കാലത്ത് ദൈവം നമ്മെ സ്നേഹത്താൽ നമ്മെ പുതയ്ക്കുന്ന, കരുതുന്ന കാലമാണ്. മഞ്ഞുരുകി വസന്തം വരുന്നതുപോലെ പുതുജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടെ നൽകുകയാണ്. അവിടുത്തെ സ്നേഹം നമ്മുടെ ഹൃദയത്തെ, കടുപ്പങ്ങളെ മാറ്റി പുതുജീവനാക്കി മാറ്റും. നമുക്കറിയാമല്ലോ, പലരെയും സ്നേഹം കൊണ്ട് ശാന്തരാക്കുന്നവരെ നമുക്കറിയാം. കഠിനമായ ശൈലിയിൽ ജീവിക്കുന്നവരെ സ്നേഹം കൊണ്ട് ശാന്തനാക്കുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരൊക്കെ രക്ഷകൻ്റെ ഭാവത്ത് നിൽക്കുന്നവരാണ്. ഓരോ വീഴ്ചയിലും നിന്നെ താങ്ങാൻ കരുതലോടെ തമ്പുരാൻ അരികിലുണ്ട്. അവിടുത്തെ മുറിവിലേക്ക് നോക്കിയാൽ നമുക്ക് അവിടുത്തെ ആശ്വാസമുണ്ട്. കാരണം നമ്മുടെ മുറിവുകളും തമ്പുരാൻ്റെ മുറിവുകളും തമ്മിൽ വ്യത്യസ്തമാണ്. നമ്മുടെ മുറിവുകൾ നമ്മളുടെ ചെയ്തികളുടെ ഫലമായുള്ളതായതെങ്കിൽ തമ്പുരാൻ്റെ മുറിവുകൾ അതും നമ്മുടെ ചെയ്തികൾ കാരണമുണ്ടായതാണ്. അവൻ തൻ്റെ ശരീരത്തിലേറ്റ മുറിവുകൾക്ക് ഉത്തരവാദി ഞാനാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലേറ്റ മുറിവുകൾക്കും ഉത്തരവാദി ഞാനാണ്. പക്ഷേ ഈ മുറിവുകളെയെല്ലാം സൗഖ്യപ്പെടുത്തണമെങ്കിൽ അവൻ്റെ മുറിവുകളോട്, തിരുമുറിവുകളോട് നാം ചേർന്നിരിക്കണം. അതുകൊണ്ട് നാം കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. നമ്മുടെ ഭാവി അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് നാം എപ്പോഴും ഓർക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അതിന് ഏറ്റവും മനോഹരമായ സമയമാണ് ഈ ആരാധനയുടെ സമയം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ വരുത്തി വച്ചിട്ടുള്ള എല്ലാ മുറിവുകളും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഞാൻ പകർന്നു നൽകിയ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നിസ്വഗന്ധകളൊക്കെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തി വച്ചിട്ടുള്ള എല്ലാ മുറിവുകളും, വ്യക്തിപരമായ മുറിവുകൾ, മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്ന മുറിവുകൾ, അതെല്ലാം ഈശോയെ ഈ ആരാധനയുടെ സമയത്ത് നിന്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ, നിന്റെ രക്ഷാദായകമായ തിരുമുറിവുകളുടെ യോഗ്യതയാൽ, ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പാടുപെടുകളുടെ യോഗ്യതയാൽ എല്ലാ മുറിവുകളുടെ മേലും സൗഖ്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മുറിവേൽപ്പിച്ചവരെ പ്രത്യേകമായി കരുതുകയും അവരുടെ രക്ഷകനായി അവരുടെ മുറിവുകളുടെ മേൽ ഈശോയെ നിൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ തൈലത്താൽ അവരെ വെച്ചുകെട്ടി സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നാം മുറിവേൽപ്പിച്ച ഓരോരുത്തരെയും തമ്പുരാൻ്റെ സന്നിധിയിൽ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ കൊണ്ടുവന്നവരെ ഈശോയുടെ സ്നേഹത്തിലേക്ക്, ഈശോയുടെ കാരുണ്യത്തിലേക്ക്, ഈശോയുടെ കൃപയിലേക്ക്, ഈശോയുടെ തിരുരക്തത്തിലേക്ക് നമുക്ക് ചേർത്ത് നടത്താം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുജീവൻ നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ സ്നേഹം നമ്മിൽ നിറയട്ടെ, ഈശോയുടെ കാരുണ്യം നമ്മിൽ നിറയട്ടെ. നമുക്ക് വേണ്ടി പാടുപെടി സഹിച്ച് രക്ഷകനായ
ഏകരക്ഷകനായ ക്രിസ്തുവിൽ നമുക്ക് അഭിമാനിക്കാം. അവിടുത്തെ സദാസമയവും നമുക്ക് ആശ്രയിക്കുകയും ചെയ്യാം. ഇനിയുള്ള നിമിഷങ്ങളിൽ നമ്മുടെ നിയോഗങ്ങളൊക്കെ നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. തമ്പുരാൻ്റെ കാരുണ്യം നമ്മുടെ മേൽ സമൃദ്ധമായി ചൊരിയട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും